നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പിള്ളേരെ, നിങ്ങൾ അറിഞ്ഞില്ലേ? മാധവോ നമ്മുടെ കരുതേ ഒരമ്മയാകാൻ പോവാ. അച്ഛാ, അച്ഛനെന്തായി ആലോചിക്കുന്നത്? ആലോചിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ഈ വീട്ടില്. അച്ഛാ, അച്ഛൻ ആഹാരം കഴിക്കാൻ പാ. എനിക്ക് വിശപ്പില്ല. ആ അച്ഛാ, ആഹാരം വിളമ്പി വെച്ച് അവിടെ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവരും കാത്തിരിക്കുന്നോ? അതെ, അതാണല്ലോ അച്ഛാ പതിവ്. ആ പതിവൊക്കെ തെറ്റിയില്ലേ? ഇന്ന് എല്ലാവർക്കും അവരവരുടെ കാര്യം, അവരവരുടെ ലോകം. എല്ലാവരുടെ മനസ്സും അകന്നു മാറി പരസ്പരം കാണാനാകാത്ത വിധത്തിലായില്ലേ? ആ അവസ്ഥയ്ക്കൊരു മാറ്റം വരണ്ടേ? അതിനാ എല്ലാവരും ഒന്നിപ്പിച്ചത്. അച്ഛൻ ആഹാരം കഴിക്കാൻ വാ. വേണ്ട, വിശപ്പില്ല. നിങ്ങൾ കഴിച്ചോ. നിനക്ക് ഓർമ്മയുണ്ടോ പണ്ട് ഞാൻ നിനക്കൊരു സൈക്കിൾ വാങ്ങിച്ചു തന്നത്? അത് മനോജ് എടുത്തൊന്ന് ചവിട്ടിയ ദിവസം സ്കൂളിലേക്കെന്നും പറഞ്ഞ് പോയ നീ അർദ്ധരാത്രി കഴിഞ്ഞിട്ടും മടങ്ങി വന്നില്ല. ഒടുവിൽ സ്കൂളിൽ ഒളിച്ചിരുന്ന നിന്നെ വാച്ചറ ഇവിടെ എത്തിച്ചത്. സൈക്കിൾ ഇനി എടുക്കില്ലെന്നും അത് നിനക്ക് മാത്രമുള്ളതാണെന്നും മനോജും ഞാനും ചന്ദ്രികയും സമ്മതിച്ചപ്പോഴാ നീ അന്നേ തുടങ്ങിയ സ്വാർത്ഥതയാ നിനക്ക്. അത് ഇന്നും നിന്നെ വിട്ടുപോയിട്ടില്ല. സോറി അച്ഛാ, ഞാൻ അമ്മയോട് അങ്ങനെ പറഞ്ഞതൊക്കെ അച്ഛനെ വേദനിപ്പിച്ചു എന്ന് എനിക്കറിയാം. അച്ഛൻ പറഞ്ഞില്ലേ കുട്ടിക്കാലത്തെ സൈക്കിളിന്റെ കഥ. കുട്ടിക്കാലത്തെ ആ സ്വാർത്ഥത ഞാനറിയാതെ എന്നോടൊപ്പം വളർന്നു. ആ സ്വാർത്ഥതയിൽ നിന്നുണ്ടായ പിണക്കങ്ങളാണ് ഇവിടെ നടന്നതൊക്കെ. എല്ലാം 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 എന്റെ തെറ്റായി പോയച്ച. മാപ്പ് തരണം. അച്ഛൻ വന്ന് എല്ലാവരോടൊപ്പം ഇരുന്ന് ആഹാരം കഴിക്കണം. അച്ഛനില്ലാതെ ഞാൻ പോവില്ല. എല്ലാ അച്ഛന്മാരും മക്കളുടെ മുമ്പിൽ സന്തോഷത്തോടെ തോറ്റുകൊടുക്കാറുണ്ട്. ഞാനും തോക്കുന്നു. വാ വാ വാ. വരുവച്ചാ, അച്ഛനിരിക്കെ. ഇന്ന് നമ്മളെല്ലാം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പോവാണ്. അമ്മേ, അമ്മ വിളമ്പാൻ നിൽക്കണ്ട. അച്ഛന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ. അതല്ലല്ലോ ഇവിടെ പതിവ്. പതിവുകളൊക്കെ പ്രകാശായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുമല്ലേ. ചില മാറ്റങ്ങൾ ഞങ്ങളുടെ വകയായിട്ടും വേണം. അമ്മ വിളമ്പാൻ നിൽക്കണ്ട, ഉണ്ണാനിരുന്നാ മതി. വിളമ്പുന്നതൊക്കെ ഞങ്ങളായിക്കോളാം. ഇന്നൊരു ദിവസം ഞങ്ങളോടൊപ്പം കഴിക്കുക. ഹരിത ഒരു അടുക്കളപ്പണിക്ക് സഹകരിക്കുന്നില്ല എന്നുള്ള പരാതി അല്ലായിരുന്നോ സുചിത്രയുടെ അടുത്തേക്ക്? ഭക്ഷണം വിളമ്പുന്ന പണി ചെയ്തെങ്കിലും ആ പരാതി തീർത്തേക്കാം. വെറുതെ വാചകം അടിക്കാതെ കഴിക്കാനിയ. കുറുപ്പമ്മലയുടെ മോളുടെ കൈകൊണ്ട് വിളമ്പി കഴിക്കാനും വേണം ഒരു യോഗം. അച്ഛൻ കുത്തുവാക്ക് പറഞ്ഞതല്ലല്ലോ അല്ലേ? അല്ല മോളെ, കുത്തുവാക്കിലെ കുത്തങ്ങോണ്ട് കള, വാക്ക് മതി. കുത്തും വെട്ടുമൊക്കെ തൽക്കാലം നിർത്തിവെച്ചിരിക്കല്ലേ. കുടുംബത്തിന്റെ ഒത്തൊരുമ തകർന്നല്ലോ എന്നോർത്ത് ഞാൻ ആകെ തളർന്നിരിക്കുകയായിരുന്നു. ഇപ്പൊ എനിക്ക് ആ വിഷമം എല്ലാം മാറി.
ഈ സന്തോഷം എന്നും നിലനിർത്തി തരണേ എന്റെ ഭഗവാനെ. അതെ, ദുഃഖങ്ങൾക്കിടയിലും ഒത്തൊരുമയിലാണ് നമ്മളെന്ന് ആശ്വസിക്കാൻ കഴിയണം. എല്ലാവർക്കും അതൊരു ബലം തന്നെയായിരിക്കും, അല്ലേ ചന്ദ്രികെ? അതെ മാധവേട്ട. ആ, ഇന്നത്തെ കറികളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അമ്മയുടെ സഹായം കൂടി ആയപ്പോ മരുമോൾക്ക് കൈപുണ്യവും കിട്ടിയിട്ടുണ്ട്. ആശ്വാസം. എന്റെ ഭർത്താവിന്റെ നാവ് കൊണ്ട് ഒരു നല്ല വാക്ക് കേൾക്കാനായല്ലോ. എന്താ? അയ്യോ, എന്ത് പറ്റി? എന്തു പറ്റി? എന്താ? ഹരിതയ്ക്ക് ഫുഡ് പോയ്സൺ ആയിരിക്കും. ഹോസ്പിറ്റലിൽ കൊണ്ടോ? നീ അങ്ങോട്ട് മാറി നിന്നേ, ഞാനൊന്ന് നോക്കട്ടെ. മോളെ, ഇത് ഫുഡ് പോയ്സൺ ഒന്നും അല്ല. പിന്നെ പിള്ളേരെ, നിങ്ങൾ അറിഞ്ഞില്ലേ? മാധവോ നമ്മുടെ ഹരിതയെ ഒരമ്മയാകാൻ പോവാ. മാധവേട്ട, എന്റെ ഈശ്വര. ആ, മാധവ, നീയേ വീണ്ടും ഒരു മുത്തശ്ശനാകാൻ പോവാന്ന്. ഇങ്ങോട്ട് വാ, വാ. പോ, പോ. ഹരിതയ്ക്കും മനോജിന് ഇനിയും വിശ്വാസമായില്ലേ? ചോറിന്റെ മണം അടിച്ചപ്പോ വയറു പെരുപ്പും ഛർദി. ഇങ്ങോട്ട് നോക്കിയേ, കണ്ണുകളിൽ നല്ല വിളർച്ച. സരോജിനി ആരും ഗർഭലക്ഷണം നോക്കാൻ പഠിപ്പിക്കണ്ട. ഹരിത ഗർഭിണിയാണേ. മാധവ, ആ ഹരിത. മോളെ, നാളെ തന്നെ നിന്റെ വീട്ടിൽ പോയി അമ്മയോട് നേരിട്ട് സന്തോഷ വാർത്ത അറിയിക്കണം. അതെ മോളെ, നിന്റെ മനോജിന്റെ ഒളിച്ചോട്ടം മൂലം നിന്റെ അമ്മയ്ക്കുണ്ടായ എല്ലാ വിഷമങ്ങളും ഈ സന്തോഷ വാർത്ത കേൾക്കുമ്പോ ഇല്ലാതാവും. പോകാമേ. ദിയേ, നമുക്ക് കളിക്കാൻ കൂട്ടായിട്ട് ഒരു അനിയനും കൂടെ വരാൻ പോവാ. എന്നെ പോലെ ഒരു സുന്ദരി അനിയത്തി ആയിക്കൂടെ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.